ഇന്ന് നമ്മളെ കുറച്ച് കൂർക്കത്തല ഇവിടെ ഒരു ചട്ടിയിൽ ഇങ്ങനെ മുളച്ചിട്ട് പുറത്തേക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് പറിച്ചിട്ട് വേറൊരു ഗ്രോ ബാഗിലേക്ക് നടാൻ പോവുകയാണ്. ഗ്രോ ബാഗിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയും കൂടെ നമുക്ക് കാണാം. നമ്മുടെ കൂർക്കത്തല വെട്ടി വെച്ചിട്ടുള്ളത് ഗ്രോ ബാഗിൽ നടാൻ വേണ്ടിയിട്ട്. ഗ്രോ ബാഗിൽ ഒരു 3/4 ഭാഗത്തോളം ഞാൻ കരിയിലകളാണ് നിറച്ചിട്ടുള്ളത് കേട്ടോ. അടിയിൽ വിത്തുള്ള എല്ലാ ചെടിക്കും നമ്മൾ കരിയിലകൾ നിറയ്ക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഗ്രോ ബാഗിലേക്ക് വേണ്ട മണ്ണ് റെഡിയാക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ എൻ്റെ കൂൺ കൃഷിയിലത്തെ കമ്പോസ്റ്റ് ഉണ്ട്. കമ്പോസ്റ്റ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ആ പൊടിയാണ്. ആ പൊടി മണ്ണിലേക്ക് ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആ പൊടിയുണ്ട്. മാത്രമല്ല ഈ മേലെ വരുന്നത് കോഴിവളമാണ് കേട്ടോ. ഈ ഡാർക്ക് കളറിൽ വന്നത് കോഴിവളമാണ്. രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് മണ്ണിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം വേപ്പിൻ പിണ്ണാക്കിടുക. ഇതാ ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അത് മണ്ണിൻ്റെ അടിയിൽ കേടുകളൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ. പിന്നെ വളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുക്കണം. ഇതാ കുറച്ച് മാത്രം, ഏകദേശം ഒരു പകുതി ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മണ്ണും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കുക. ആ ചവറിട്ടതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത മണ്ണ് എടുത്തു കൊണ്ടുവന്നിട്ട് മേലിട്ട് കൊടുക്കുക. അല്ല, നല്ല ഉലർന്നിരിക്കുന്ന മണ്ണായിരിക്കണം കൂർക്കയ്ക്ക് എപ്പോഴും. അതിനാണ് കമ്പോസ്റ്റ് കൂടുതലിട്ടത്. പിന്നെ അടിയിൽ കരിയിലയാണ് കിടക്കണം. രീതിയിൽ നട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നന്നായിട്ട് വേര് വരും. നല്ല രീതിയിൽ വിത്തും പിടിക്കും. നമുക്ക് നട്ട് കൊടുക്കുക. എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ സെൻറ്ററിൽ തന്നെ നമ്മൾ വെക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കമുള്ള മണ്ണായ കാരണം അടിയിലേക്ക് നന്നായിട്ട് പോവും. നമ്മളതിനെ അങ്ങനെ മണ്ണിട്ട് മൂടി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കൂർക്കത്തല നട്ട് പിടിപ്പിച്ചതിന് ശേഷം, അതായത് തല നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, ഒരു നുള്ളു വെള്ളം അതിലേക്കൊന്ന് ചാറി കൊടുക്കുക. അത്രയേ വേണ്ടൂ. ഇനി ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഇട്ടിട്ടുള്ള കരിയിലകളുണ്ടല്ലോ, അതൊന്ന് അമർന്ന് മണ്ണ് അടിയിലേക്ക് പോവും. ആ സമയത്ത് നമ്മൾ ഒന്നും കൂടെ അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ആട്ടുംകാട്ടത്തിൻ്റെ പൊടിയോ ചാണകപ്പൊടിയോ ആട്ടുംകാട്ടത്തിൻ്റെയോ ചാണകത്തിൻ്റെയോ പൊടിയോ ചേർത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ മാത്രമേ നമ്മളിതിൽ മണ്ണ് ചേർക്കേണ്ടതുള്ളൂ. അപ്പോഴേക്കും നമുക്കത് പറിക്കേണ്ട സമയം കൂടി ആയി തുടങ്ങും. 3 മാസമാണ് കൂർക്കയ്ക്ക് ആകെ വേണ്ടു.